നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചുങ്കത്തറയിലാണ്. ചുങ്കത്തറയിലേക്ക് വോട്ടെണ്ണൽ എങ്ങനെ? ഈ വോട്ടെണ്ണുന്ന സമയത്തെ ആളുകൾ ഒരു വലിയ ആകാംക്ഷ എന്താണ് എന്ന് വെച്ചാൽ ഓരോ റൗണ്ട് കഴിയുന്തോറും ലീഡ് എങ്ങനെ കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, ആരാണ് മുന്നിൽ, ആർക്കാണ് സാധ്യത എന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന ഈ വിവരങ്ങളിൽ നിന്ന് അവർ തന്നെ അവരുടെ ഒരു ബോധത്തിൽ കൃത്യമായ ധാരണയിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിനിടയിൽ ഇത്തരം രാഷ്ട്രീയ വർത്തമാനങ്ങളുടെ ഒരു സമയമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് നിൽക്കാം. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് റൗണ്ട് 10 പൂർത്തിയായി. 10 തുടങ്ങുന്നു, ചുങ്കത്തറ എണ്ണുന്നു. റൗണ്ട് 11 ചുങ്കത്തറയാണ്. അപ്പോൾ ഈ 2 റൗണ്ടുകളിൽ ചുങ്കത്തറ അങ്ങോട്ട് പൂർത്തിയാകും. 10ഉം 11ഉം അല്ലേ? 10ഉം 11ഉം 12ൽ ചുങ്കത്തറയുടെ ചുരുക്കം ചില ഭാഗങ്ങളുണ്ട്. പിന്നെ നിലമ്പൂർ നഗരസഭ തുടങ്ങുകയാണ് 12 മുതൽ 13 വരും, 14 വരും. 12ൽ നിലമ്പൂർ നഗരസഭ തുടങ്ങും. 13 ഫുള്ള് നിലമ്പൂർ നഗരസഭയാണ്. 14 നിലമ്പൂർ നഗരസഭയാണ് മുഴുവൻ. 15ൽ നിലമ്പൂർ നഗരസഭയുടെ കുറച്ച് ഭാഗങ്ങളും കരുളായി പഞ്ചായത്തും 15ൽ കയറും. 16ൽ കരുളായി തന്നെയാണ്. 17ൽ കരുളായി തന്നെയാണ്. കരുളായി പ്ലസ് അമരമ്പലമാണ് 17. 18ലേക്ക് പൂർണ്ണമായും അമരമ്പലം. അപ്പൊ അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന റൗണ്ടുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ പിക്ചർ അതാണ്. അതിലൂടെ വരുന്ന ലീഡ് എന്താണെന്ന് കാര്യം ഞാൻ പറയാം. ഒരു 200 തൊട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ LDF ഇപ്പോൾ. അതെ കുറച്ചിട്ടുണ്ട്. അല്ല അത് ഇതാ ഇപ്പോൾ വീണ്ടും 5753 ഈ പ്രദേശങ്ങളുടെ ഒരു സവിശേഷത. പക്ഷെ അത് നാമമാത്രമാണെന്നുള്ളതാണ്. അതാ പ്രശ്നം. UDF പോലും പ്രതീക്ഷിച്ച ലീഡിലേക്ക് UDFന് ആദ്യം എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിട്ടും അവർക്ക് കിട്ടിയ ലീഡിനെ 9ന്റെ കണക്ക് വന്നിട്ടുണ്ട്. 9ന്റെ കണക്ക് സ്വരാജിന് 207 ലീഡ്. സ്വരാജ് 3614, ഷൗക്കത്ത് 3407. സ്വരാജിന്റെ ലീഡ് എന്ന് പറയുന്നത് 207 അതാണ്. പോത്തുകല്ല് അവിടെ ലീഡ് വരുമ്പോൾ ആര്യാടന്റെ മുഴുവൻ ലീഡ് എന്ന് പറയുന്നത് 5753. അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഒരു കാര്യം വ്യക്തം പ്രേക്ഷകരോട് പറയാനും സൂചിപ്പിക്കാനുമുള്ളത്, ഇത് വളരെ ആധികാരികമായ വിവരങ്ങളാണ്. 5753 വോട്ടുകൾക്ക് 9 റൗണ്ട് പൂർത്തിയായപ്പോൾ ഇപ്പോൾ ഷൗക്കത്ത് സ്വരാജിനേക്കാൾ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമ്മൾ കാണുന്നത്. 9 റൗണ്ട് എന്ന് പറയുമ്പോൾ പോത്തുകല്ലും പൂർത്തിയായിരിക്കുന്നു. ചുങ്കത്തറയിലേക്ക് വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അനൗദ്യോഗിക വിവരങ്ങളിൽ ചുങ്കത്തറയിലും ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് കൂടുന്ന വിവരമാണ്. ചുങ്കത്തറ ഈ പറഞ്ഞതുപോലെ തന്നെ UDFന് സ്വാധീനമുള്ള മേഖല തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ UDFനെ പിടിച്ചു നിർത്താനാകുമോ എന്നൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഏതായാലും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ 10ാം റൗണ്ടിലും UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റൗണ്ട് പരിശോധിച്ചാൽ 9ാം റൗണ്ടിലാണ്. 1 മുതൽ ആരംഭിച്ചു വന്ന റൗണ്ടുകളിൽ 9ാം റൗണ്ടിലാണ് LDF ലീഡ് എടുത്തത്. ആ ലീഡ് യഥാർത്ഥത്തിൽ ഇവര് UDF നേടി വന്ന ലീഡിനെ ഭേദിക്കാനോ തടഞ്ഞു നിർത്താനോ പ്രാപ്തമായതായില്ല എന്നുള്ള പ്രശ്നം ആണ് പോത്തുകല്ലിൽ അനുഭവിച്ചത്. അത് പോത്തുകല്ലാണ് സ്ഥാനാർത്ഥിയുടെ ജന്മനാട്ടിൽ, സ്വരാജിന്റെ നാട്ടിൽ ലീഡ് നേടാനായി. പക്ഷേ ആ ലീഡ് കേവലമായ ലീഡ് മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇപ്പോൾ ചുങ്കത്തറയിലാണ് വോട്ടെണ്ണൽ. 10ാം റൗണ്ട് വോട്ടെണ്ണൽ നടക്കുന്നത്. 10ഉം 11ഉം ഒക്കെ ചുങ്കത്തറയിലാണ്. 12ാം റൗണ്ട് വെച്ച് നിലമ്പൂർ നഗരസഭയിലേക്ക് വോട്ടെണ്ണൽ കയറും. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. 10ാം റൗണ്ട് നമുക്ക് നോക്കാം. 10ാം റൗണ്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലേക്കാണ് നമ്മളെല്ലാം ആകാംക്ഷ നിൽക്കുന്നത്. ഏതായാലും UDF വളരെ സെറ്റിൽഡ് ആയി നിൽക്കുന്നു എന്നുള്ള ഏകദേശം അതിലേക്ക് അവിടെ നിൽക്കുകയാണ്. ഒരു കാര്യമുണ്ട്. ഒരു കാര്യം പ്രധാനമായി ഓർക്കേണ്ടത്, ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ UDF നേതാക്കൾ പറഞ്ഞത് 25,000 മുതൽ 30,000 വോട്ടുകൾക്ക് തങ്ങൾ ജയിക്കും എന്ന ഒരു പ്രതീതി അവർ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയാണ് പങ്കുവച്ചിരുന്നത്. അത് പിന്നീട് പ്രചാരണം മുന്നോട്ട് പോയി. സ്ഥാനാർത്ഥിയായി സ്വരാജ് വരുന്നു. പ്രചരണ രംഗത്ത് നിരവധിയായ വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് മെല്ലെ ഒടുവിൽ അവരൊരു 10,000 വോട്ടിന് ജയിക്കും എന്ന നിലയിലേക്ക് അവർ വന്നു. അപ്പോഴും ഈ അനുകൂലമായ ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള രാഷ്ട്രീയമായ പരാജയം സംഭവിച്ചു എന്ന് കരുതപ്പെട്ട നേതാക്കളുണ്ട്. ആ ചർച്ചകൾക്ക് കൂടുതൽ തീ പകരുന്ന ചില ലീഡ് നില സൂചനകൾ വന്നിരിക്കുകയാണ്. അതായത് ഏറ്റവും ശക്തമായ മേഖലകളിലൂടെ, വളരെ ശക്തമായ സ്വാധീന മേഖലകളിലൂടെ കടന്നു പോയപ്പോഴും ലിമിറ്റ് ചെയ്യപ്പെട്ടു. UDFന്റെ ലീഡ് ലിമിറ്റ് ചെയ്യപ്പെട്ടു. അവരുടെ ജയത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലൊന്നുമല്ല അത്. പക്ഷേ അവരുടെ ലീഡ് അവർക്ക് തൽക്കാലത്തേക്ക് പറഞ്ഞു നിൽക്കാൻ അതൊരു പ്രധാനപ്പെട്ട തന്നെയാണ് ജയം. അതെ, നിശ്ചയമായി. പക്ഷേ ജയത്തിന്റെ തോത് രാഷ്ട്രീയത്തിൽ ഇതെല്ലാം അളക്കുമല്ലോ. കാരണം ഒരു ജയം, ആ ജയം എത്ര വരെ പോകാമായിരുന്നു, അതിന്റെ സാധ്യതകൾ എത്ര, അവരുടെ UDF പൊളിറ്റിക്സിന്റെ ഒരു അനാലിസിസ് അതിലേക്ക് എത്താൻ കഴിയും വിധത്തിലേക്കുള്ള തന്ത്രങ്ങൾ മെനയാൻ കഴിഞ്ഞോ, രാഷ്ട്രീയത്തെ ആ നിലയിൽ കൊണ്ടുപോയോ, അല്ലെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൊടുത്ത പരാമർശം, പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം തിരിച്ചടിയായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ജയിക്കുമ്പോൾ പോലും. കാരണം രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അത് നിലമ്പൂരിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഉറപ്പായും.